രണാങ്കണ ഭൂമിയിലേക്ക് യുദ്ധഭൂമിയിലേക്ക് അടരാടാൻ ധർമ്മം ജയിപ്പിക്കാൻ ഈ നാടിനെ ഉമ്മൻചാണ്ടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ പൈതൃകത്തിൻ്റെ സംസ്കാരം കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഫ്ലക്സ് ഇല്ല, ബോർഡില്ല, അതുപോലെ വാഹനങ്ങളുടെ അകമ്പടിയില്ല, സൈക്കിളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം. ചുമരെഴുത്തുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതൊരു മാതൃകയാണത്. സന്തോഷം തോന്നിയിട്ടുള്ള ഒരു പ്രചരണ ഒരു സമ്പ്രദായം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മോരുതോരൻ. ഓണം വരുന്നേ, ഗാനം വരുന്നേ, കൂടൊരു കടലുണ്ടേ, കുട്ടിയും കയ്യിലുണ്ടേ, അമ്മമ്മേ. ഒരു സ്ഥാനാർത്ഥി ഈ ചാണ്ടിയുമ്മനാണ്. ഈ കാലഘട്ടത്തിൽ ഈ ഫ്ലക്സും ഇതൊക്കെ ഈ ആളുകൾ മത്സരിക്കുന്ന ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ്. ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ച് വളരെ ആർഭാടത്തോടു കൂടിയിട്ട് വിജയം ഇവിടെ ഗുരുവായൂരിൽ കൊണ്ടുവരുവാൻ പ്രിയപ്പെട്ടവരെ തയ്യാറാവുക. ഫ്ലക്സിൽ ഇരിക്കുന്ന ആൾ തന്നെയാണോ വന്നിരിക്കുന്നതെന്ന് തിരിയുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി നാട്ടിൽ കഴിഞ്ഞ ഇതിന്. അവിടെ നമ്മളൊരു പഴയ സുഹൃത്തുണ്ട്. അദ്ദേഹം ഫ്ലക്സൊക്കെ വെച്ച് ഇങ്ങനെ നല്ല മനോഹരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഫ്ലക്സല്ലേ. അപ്പോൾ സ്ഥാനാർത്ഥി അവിടെ വന്നിട്ട് ആ അമ്മൂമ്മ അയാളോട് ചോദിക്കുന്നത്, അമ്മൂമ്മനെ ഈ സ്ഥാനാർത്ഥി എപ്പോഴാണ് വരിക എന്ന്. അതൊന്നും ഇല്ലാതെ ചാണ്ടിയുമ്മൻ മത്സരിക്കുന്നു എന്നുള്ളത് അതൊരു മാതൃകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. വിളക്കുമാനെ അതാ ചവിട്ടാതെ എന്തോ ഇങ്ങനെ കിടന്ന് അലക്കുന്നത് പൂമാനെ നോർമൽ ജനങ്ങൾ, അതായത് ഈ നിഷ്പക്ഷമായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പഠിക്കുന്ന, വായിച്ച് മനസ്സിലാക്കുന്ന. സ്പെഷ്യൽ എന്താണെന്നാ പറഞ്ഞേ? മോനെ നിനക്ക് മോരുതോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇലമോനെ ചവിട്ടാതെ. ഇലമോനോ? ആളുകളല്ലാത്ത ഒന്ന് നമ്മുടെ പക്ക കോർ പാർട്ടി സപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ, കുറെ ആളുകൾ, മറ്റു പാർട്ടികളുടെ സപ്പോർട്ടേഴ്സ്. പിന്നെ എല്ലാ പേരക്കിടങ്ങളെയും വിളിച്ച് ആഘോഷിക്കണം, അതൊക്കെ പങ്കുവെക്കാനാണ്. നിങ്ങൾക്ക് ഇവര് കൊടുക്കുന്ന PR, ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചറിയാം, മൊത്തം PR വർക്കാണ്. ഇങ്ങനെ പശു കാടി കുടിക്കുന്ന പോലെ കുടിച്ചോണ്ടിരുന്നാ മതിയോ? ഞാൻ ടൗണിൽ പോയി 5-10 നല്ല തല്ലുകാരെയും കൂട്ടിക്കൊണ്ട് വരട്ടെ? അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. ചേട്ടൻ പാവയും അനിയും പാവയും ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയും. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. എടാ, അവനിതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. 2 ദിവസം പട്ടിണി കിടന്നു എന്ന് വെച്ച് ചത്തൊന്നും പോവില്ല. അവസാനം ഇതൊരു ഏടാകുളമായത്. എന്താ കൊട്ടാരം വീടിന് പേടിയുണ്ടോ? പേടിയോ? ഈ കൊട്ടാരം വീടിനോ? പേടിയിൽ നിന്നൊരു വാക്ക് എന്റെ നിഘണ്ടവിടില്ലടോ. അതേതിന് കണ്ടു? ഒന്ന് ചെലക്കാതിരിക്കടാ കൊടക്കമ്പി. വാ, ഇത്രയും ഇന്ന് തന്നെ വണ്ടിയിൽ കയറിയിട്ട് ഞാൻ ഫുള്ള് ഡിസ്കോ ഡാൻസ് ആയിരുന്നു. നല്ല ഐശ്വര്യമുള്ള സ്ത്രീ വീടിന് വിളക്കെന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം. ഇനി ഇതുപോലത്തെ